വിശേഷം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. നമ്മളിന്ന് ശ്രീ പത്മനാഭ അമ്പലത്തിൽ പോവാണ്. രണ്ടമ്മമാരും ചേച്ചിയുണ്ട്. നമുക്ക് റെഡിയായിട്ട് കാണാം. നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രീ പത്മനാഭ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോകുന്ന കാഴ്ചകളെല്ലാം വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി നമുക്ക് സമയം ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. മയമ ഇറങ്ങാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അടഞ്ഞു നമ്മള് പുറപ്പെടുകയാണ്. നമ്മള് കാറ് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് അവിടുന്ന് ട്രെയിന് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 3:53 ട്രെയിൻ ഉണ്ട്. പക്ഷെ നമുക്കത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ അടുത്ത ട്രെയിന് പോവാന്നാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോ ഇച്ചിരി ലേറ്റ് ആയി. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ പോവാൻ. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ കൊടുത്തിട്ടാട്ടോ പോകുന്നത്. അപ്പൊ നമ്മളതേ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ ആ ട്രെയിൻ തന്നെ നമുക്ക് കിട്ടി. 3:53 വരുന്നു. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ട്രെയിനെ കയറി നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റ് എടുത്ത് നമുക്ക് സീറ്റ് കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സൈഡ് സീറ്റ് തന്നെ കിട്ടി. അധികം തിരക്കൊന്നും ഇല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോ തിരക്കുണ്ടോന്ന് അറിയത്തില്ല. അമ്മമാർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അമ്മ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കുക എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമ്മുടെ ഇത് ടൈമിങ് 7:45 എത്തുമെന്നായിരുന്നു. ഇപ്പൊ 7 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ട്രെയിനിൽ കയറിയിട്ട്? എങ്ങനെയാ? ഞാൻ എല്ലാ വാഹനങ്ങളിലും കയറിയിട്ടുണ്ട്. ആദ്യമായിട്ട് എത്ര വർഷമായിട്ട് ട്രെയിനിൽ കയറി. എന്നാ തോന്നിയത്? കുഴപ്പമില്ല. നല്ല ബസ്സിലൊക്കെ പോകുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിനിൽ പോയി അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്താണേലും നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബസ്സിന് പോണം. നമ്മള് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയായിരുന്നു. പക്ഷെ അപ്പൊ അവിടെ അന്വേഷിച്ചപ്പം കിഴക്കേക്കോട്ട ബസ്സിനായിരുന്നു കയറേണ്ടത്. അപ്പൊ നമ്മള് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളിലേക്കാ പോകണ്ടേന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താണെങ്കിലും നമ്മള് ട്രെയിൻ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മള് നടന്നു പോവാന്ന് വിചാരിച്ചു. നമുക്ക് ടൈം ഉണ്ട് ഓൾറെഡി. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരും.
നമുക്ക് ഫോൺ അകത്തോട്ട് അലൗഡ് അല്ല. അപ്പൊ നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ വെക്കണം. അപ്പൊ ഞങ്ങൾ തൊഴുതിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ എന്താണേലും കറക്റ്റ് സമയത്ത് വന്നോണ്ട് അധികം തിരക്കില്ലാതെ നന്നായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. പക്ഷെ കുറച്ചു നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ നന്നായിട്ടാ തൊഴുതത്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മള് തൊഴുതിറങ്ങിയപ്പോ ചുമ്മാ ജസ്റ്റ് ഇതിലുള്ള കടയിലൊക്കെ കേറി. നമ്മുടെ ടൈമിങ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. നമ്മള് ചൂടൊക്കെ ആയപ്പോഴത്തേക്കും ദേ ഇറങ്ങി. നമ്മൾ അങ്ങോട്ട് പോയപ്പോ പറഞ്ഞായിരുന്നു ഇവിടെ പഴവങ്ങാടി കയറണം. അപ്പൊ നമ്മളിവിടെ പഴവങ്ങാടി കയറി ഒരു തേങ്ങ ഉടയ്ക്കാണ് വിചാരിക്കുന്നത്. വൈബ് നല്ല ലുക്കിലായിരുന്നു. ഇപ്പോഴത്തേനും ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശം വഴി എങ്ങാണ്ടാന്ന് കയറുന്നത്. ആക്ച്വലി നമുക്ക് അറിയത്തൊന്നുമില്ല. നമുക്കിപ്പം പോയി നോക്കാം. നമുക്ക് എന്നിട്ട് ടിക്കറ്റ് എടുക്കണം. 1:45 ട്രെയിൻ ഉണ്ടെന്ന് നമ്മൾ ട്രെയിൻ ആപ്ലിക്കേഷനിൽ കണ്ടു. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ട്രെയിൻ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 165-26 ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരി അപ്പൊ നമ്മളത് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാർ എടുത്തിട്ട് തിരിച്ചു വേണം. അമ്മ മടുത്തോ? പക്ഷെ ആക്ച്വലി മടുത്തില്ല. പക്ഷെ ഭയങ്കര വെയിലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചൂട്. നമ്മള് തിരിച്ച് നമ്മുടെ കാറിന്റെ അടുത്തേക്ക് പോവാണ്. കാറിന്റെ കീ നമ്മൾ അവർക്ക് കൊടുത്തിട്ടാ പോകുന്നത്. പാർക്കിങ്ങിന് വേണ്ടി. അവർക്ക് വേറെ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കും മാറ്റിയിടാനായിട്ട്. രാവിലെ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ കീ കൊടുത്തിട്ട് പോയത്. അപ്പൊ നമ്മളെ വീട്ടിൽ പോവാണ്. എന്നിട്ട് ട്രിപ്പിനെ പറ്റിയുള്ള റിവ്യൂകൾ പറയൂ ഓരോരുത്തരും. യാത്ര നല്ല യാത്രയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ തിരക്കൊന്നും ഇല്ലാതെ കയറി തൊഴിലൊക്കെ പുറത്തിറങ്ങി. തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പൊ നമ്മുടെ വീട്ടിലെത്തി. ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.